ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനായിക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ജെമിനായി സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് സെഷൻസ് ആണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് അഡ്വാൻസിൽ കാണാൻ പറ്റും, വേഗം കാണാൻ പറ്റും. അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്കത് അവൈലബിൾ ആവും. പക്ഷേ നോൺ മെമ്പേഴ്സിന് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മന്ത്ലി ഏപ്രിൽ മെസ്സേജസ് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പാസ്റ്റിൽ നിങ്ങളുടെ എനർജിയിൽ ഞാൻ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി ക്വീൻ ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി വരാൻ പോണ എനർജി 3 ഓഫ് കപ്സ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം ഏപ്രിൽ മാസത്തിൻ്റെ ചാലഞ്ച് 2 ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് സൺ. സർപ്രൈസ് ഫാക്ടർ നൈറ്റ് ഓഫ് സോഡ്സ്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഡാണ്. അപ്പോൾ ജെമിനാ, ഇവിടെ ഞാൻ കാണുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കണേ. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് റെസ്ട്രിക്ഷൻസിൻ്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും അത് കുറേ ചിലവ് കൂടി, അപ്പോൾ എനിക്ക് സേവ് ചെയ്യണം. അതല്ലാണ്ട് ഇത് ഫിനാൻഷ്യൽ അല്ല വെച്ചാൽ ഇമോഷണൽ റെസ്ട്രിക്ഷൻസ് ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ആൾക്കാരുടെ കൂടെ അങ്ങനെ ഒരു ഓപ്പൺ ആവാൻ പറ്റില്ല. കാര്യങ്ങളെ നിങ്ങൾ ഒളിപ്പിച്ച് വെക്കണോ, മനസ്സിൽ തന്നെ വെക്കണോ, ഒന്നും തുറന്ന് സംസാരിക്കണില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. അപ്പോൾ ഈ 4 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ കാണുന്നത്? 9 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഡിറക്ഷനിലേക്കാണ് പോകണത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു വിഷ് ഉണ്ട് മനസ്സിൽ, അത് അടുക്കാറായി പറഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങൾ എവിടെയോ ഒരു റെസ്ട്രിക്ഷൻ, ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യണു. നൈറ്റ് ഓഫ് കപ്സ്, ഇത് ഇമോഷണലി ഞാൻ ബ്ലോക്ക് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആവാം. നിങ്ങൾക്ക് ആരോ ഇഷ്ടമാണ് വെച്ചാൽ ഇപ്പോൾ മുമ്പത്തെ മാതിരി ഒരു എന്താ പറയുക, ഒരു എഫേർട്ട് നിങ്ങൾ ഇടണില്ല. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് വെച്ചാൽ എന്തോ ഒരു തടസ്സം വരണു, ബ്ലോക്ക് വരണു. അപ്പോൾ പാസ്റ്റിൽ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. പാസ്റ്റിലും ഇവിടെ ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഇത് ആദ്യം അതന്നെ ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ കാരണമാവാം. അതല്ല വെച്ചാൽ ഇത് നിങ്ങൾക്ക് മുമ്പേയും പാസ്റ്റിൽ ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ, അതുകൊണ്ടാവാം. അപ്പോൾ കരിയറിൽ ഇതൊരു ഫിനാൻഷ്യൽ ലോസ്, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ആവാം. പക്ഷേ റിലേഷൻഷിപ്പ് വൈസ് ഞാൻ കാണുന്നത് പൊതുവെ നിങ്ങൾ ഒരു കോൺഫിഡൻ്റ് അല്ല ഫീൽ ചെയ്യണത്. കാര്യങ്ങൾ മുമ്പോട്ട് നിങ്ങളുടെ ലൈഫിൽ പോവുണ്ടായിരുന്നു, പക്ഷെ എവിടെയോ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത മാതിരി ഞാൻ കാണുന്നത്. ഇവിടെ ചില വേറെ ഇഷ്യൂസും ഉണ്ടായിരുന്നു പാസ്റ്റിൽ. ചില വഴക്കുണ്ടായിരുന്നു, വേറെ ആൾക്കാരുടെ കൂടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാരണമായിരിക്കാം ഈ ലോ സെൽഫ് കോൺഫിഡൻസ് ഇവിടെ കാണുന്നത്. കറണ്ട് എനർജിയിൽ പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട് കോൺഫിഡൻസിൽ. എന്ന് വെച്ചാൽ ക്വീൻ ഓഫ് വാൻഡ്സ് ഒരു നല്ലൊരു കോൺഫിഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്, പാഷനറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ എനർജി അല്ല വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യണ ഒരു പേഴ്സൺ ആവാം, ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൻ്റെ എന്താണ് ഇവിടെ എനർജി കാണുന്നത്?
ഈ പേഴ്സൺ നിങ്ങളുടെ ഏതൊരു പാസ്റ്റ് പേഴ്സൺ ആണ്, നിങ്ങൾ അറിയണ പേഴ്സൺ ആണ്. ഇപ്പോൾ ഇതൊരു ഫയർ സൈൻ തന്നെ ആവണം എന്നില്ല, ഏതും സൈൻ ഉള്ള പേഴ്സൺ ആവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സൺ, നിങ്ങൾ ഏതൊരു അറിയണ പേഴ്സൺ, പാസ്റ്റിൽ നിങ്ങൾ ഡീൽ ചെയ്ത ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഈ മാസം തിരിച്ചു വരുന്നുണ്ട്, റീകണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു റീകൺസിലിയേഷൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവണത്. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സണിൻ്റെ എനർജി ആയിരിക്കും കാണുന്നത്, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണ എനർജി കാണാനുണ്ട്. ഇവിടെ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിറ്റുവേഷനിൽ കുറേ ലവ് ആണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ തിരിച്ചു വരേണ്ടത് വെച്ചാൽ അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മുമ്പേ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് ആയേ. പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ എന്തോ നിങ്ങളോട് പറയാൻ ശ്രമിക്കണു. കുറേ ഇമോഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ കാണുന്നുണ്ട്, കുറേ ലവിൻ്റെ എനർജി കാണാനുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ 3 ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചറിൽ ഞാനൊരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. ചില സമയത്ത് ഇത് ആദ്യം ഒരു തേർഡ് പാർട്ടിയും ആവാം. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. കിങ് ഓഫ് വാൻസ്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകണു, കുറേ സെലിബ്രേഷൻ ഉണ്ടാവണു, ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവണു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ട്. ഇവിടെ ഈ ഒരു കാർഡ്, ആ വിഷ് നിങ്ങളുടെ ഫ്യൂച്ചറിലാണ് ഫുൾഫിൽ ആവണത്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. ഇത് ബാലൻസിങ് എനർജിയാണ്. നിങ്ങൾക്ക് എല്ലാം കൂടിയും കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, കരിയർ എല്ലാം ഒരുമിച്ചാണ് വരണത്. ഓക്കെ, കുറേ കാര്യങ്ങൾ ഉണ്ടാവണു, കുറേ മൂവ്മെൻറ്റ് ഉണ്ടാവണു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ ബാലൻസിങ് ഇഷ്യൂ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാവാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ആൾക്കാരുണ്ട്. നിങ്ങൾ ഓൾറെഡി പാസ്റ്റ് പേഴ്സണെ മറന്നിട്ട് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണേ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കറണ്ട് പേഴ്സൺ ഉണ്ടാവാം, ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചും വരണ എനർജിയും ആവാം. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടി വരണു. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കേണ്ടി വരണു, അത് എന്താ വേണ്ടേ. അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല വെച്ചാൽ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാലും ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം നിങ്ങൾക്ക്. അത് ഈ സിറ്റുവേഷൻ ശരിയാണോ, എനിക്ക് മുമ്പോട്ടേക്ക് പോകണോ വേണ്ടേ. അപ്പോൾ അങ്ങനത്തെ ചില ഡിസിഷൻ എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്താ വെച്ചാൽ ഈ ഡിസിഷൻ, ഈ തീരുമാനം എടുക്കുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് തീരുമാനമായിരിക്കാം. 3 ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യണു. കുറേ പറഞ്ഞാൽ ഈ പാസ്റ്റ് പേഴ്സണിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു ഈ പേഴ്സൺ തിരിച്ചു വരും എന്ന്. പക്ഷെ അത് ആ സമയത്ത് മേ ബി അത് ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് ആ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, അത് എന്താ വേണ്ട അറിയില്ല. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ക്ലിയർ ആയി ഡിസൈഡ് ചെയ്യാന്നാണ് പറയണത്. നിങ്ങൾക്ക് ക്ലാരിറ്റി എന്തായാലും വരും. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം കൺഫ്യൂസ്ഡ് ആണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഈ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ് വരാൻ പോണത്. ഞാൻ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ട് വെച്ചാൽ ഞാൻ എവിടെയോ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സണെ ആദ്യം ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് ഞാൻ കാണുന്നത്. പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോവണത്. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിയിൽ ഇവിടെ ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ അതല്ലാണ്ട് നിങ്ങളുടെ കറണ്ട് പാർട്ട്ണറുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് തീരുമാനിക്കണമെന്ന് വെച്ചാൽ അതും ഒരു സ്റ്റേബിൾ എനർജിയിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകണത്. അപ്പോൾ തീരുമാനം നിങ്ങളുടെ ആണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. പക്ഷേ ഔട്ട്കം ഞാൻ കാണുന്നത് ഒരു സ്റ്റേബിലിറ്റിയാണ് കൊണ്ടുവരണം. അപ്പോൾ അഡ്വൈസ് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് വെച്ചാൽ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്താ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പോണേ. നിങ്ങൾ ഏത് പേഴ്സണെ കുറിച്ചാണ് സീരിയസ് ആയിട്ട് ഒരു ഫ്യൂച്ചർ കാണുന്നത്, നിങ്ങൾ ഏത് പേഴ്സൻ്റെ കൂടെയാണ് ഒരു ഫ്യൂച്ചർ, മാരേജ്, കുട്ടികൾ, അതൊക്കെ നിങ്ങളുടെ ഫാമിലി എല്ലാ തരത്തിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. അതാണ് അഡ്വൈസ്. സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ സർപ്രൈസ് ഫാക്ടറിൽ എന്തോ ഒരു മൂവ്മെൻറ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇത് വെരി സൂൺ ഉണ്ടാവാൻ പോണ ഒരു എനർജിയാണ്. അപ്പോൾ അത്ര സമയം എടുക്കില്ല. ഇപ്പോൾ ഏപ്രിൽ ആവണ ഉടനെ ഇല്ലെങ്കിൽ മാർച്ചിൽ തന്നെ ചിലപ്പോൾ ഇത് ഉണ്ടായിന്ന് വരും.
അപ്പോൾ ഈ തീരുമാനം എടുക്കണത് ആ ഒരു ക്രോസ് റോഡ്സിലാണ് നിങ്ങൾ. 2 of swords ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. അപ്പോൾ എന്താ വേണ്ടേ, ഇത് മുമ്പോട്ടേക്ക് പോകണോ വേണ്ടേ? അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണാണ്ട് സർപ്രൈസ് ഫാക്ടറായിട്ട് നിങ്ങൾ കുറേ സമയം വരെ ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റക്കായ പോലെ എനർജിയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്താ വെച്ചാൽ ഈ തീരുമാനം എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിഫിക്കൾട്ട് ആണ്. ഞാൻ ഔട്ട്കം ഇവിടെ കാണുന്നത് ഏസ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഏപ്രിൽ എൻഡ് ആവുമ്പോഴേക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. എന്താ വെച്ചാൽ ഇതൊരു പുതിയ തുടക്കമാണ്. ഒരു സ്റ്റാഗ്നന്റ് ഫേസിന് നിങ്ങൾ പുറത്തു വരണ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ അതല്ല വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടാവണു, പുതിയ ബിഗിനിങ് ഉണ്ടാവണു, ഒരു പുതിയ ബിഗിനിങ് വരണു. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കുറേ ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് നിങ്ങൾ പോകണത്. കുറേ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വരണത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷനിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്ന് നിങ്ങൾ പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴാണ് സമയം വരണേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തോ ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. നിങ്ങളുടെ വിഷയ്ക്ക് ഫുൾഫിൽ ആവണ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ജെമിനായി ഇവിടെ ഞാൻ ഫയർ സൈൻസ് കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, എക്വേറിയസ് ഉണ്ട്, ജെമിനായി ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. നോ നീഡ് ടു വറി എന്ന് വന്നിട്ടുണ്ട് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഇവിടെ ഏപ്രിൽ മാസത്തിൻ്റെ. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്ത് ഇത് റെസൊനേറ്റ് ആയോ ഇല്ലേ എന്ന് പറയുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.